ട്രെൻഡിങ് ആയിട്ടുള്ള സീക്രട്ട് മെസ്സേജ് ഒക്കെ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഒരു കേക്കാണ് നമ്മൾ ചെയ്യുന്നത്. അതും നമ്മൾ ഉണ്ടാക്കുന്നത് ഗ്രീൻ വെൽവെറ്റ് കേക്കാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണിത്. കേക്കാണെങ്കിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ക്രീം ആണെങ്കിലും സ്പെഷ്യൽ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ചെയ്തിട്ടുള്ള ഒരു ക്രീമാണ്. അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഇത് നമ്മൾ ഓവനില്ലാതെയാണ് ചെയ്യുന്നത്, മിക്സിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ക്രിസ്മസിനായാലും ന്യൂ ഇയറിനായാലും എല്ലാവർക്കും ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ഗ്രീൻ വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം ട്രേ ഒന്ന് റെഡിയാക്കി എടുക്കാം. 7 ഇഞ്ച് വരുന്ന ഒരു ബേക്കിംഗ് ട്രേ ആണ്. ബട്ടർ പേപ്പർ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. എളുപ്പത്തിൽ നമുക്കിതുപോലെ റൗണ്ടിലൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം തിരിച്ചു പിടിച്ചൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ബട്ടർ പേപ്പർ വെച്ച് കൊടുത്ത് കുറച്ച് ഓയിലൊന്ന് ഗ്രീസ് ആക്കിയിട്ടുണ്ട്, ബട്ടർ പേപ്പർ അവിടെ ഇരിക്കാനായിട്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്കും കൂടെ ഒന്ന് കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്തെടുക്കാം. ഒരുപാട് ഓയിൽ ഗ്രീസ് ചെയ്യരുത്, അപ്പോൾ കേക്ക് അങ്ങ് മുരിഞ്ഞു പോകും. ബട്ടർ പേപ്പർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഡയറക്റ്റ് ബേക്കിംഗ് ട്രേക്കകത്തോട്ട് ഓയിൽ ഗ്രീസ് ചെയ്ത് കുറച്ച് മൈദ തൂകി ഒന്ന് തട്ടിക്കൊടുത്തിരുന്നാൽ മതി. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി അരി അരയ്ക്കുന്ന ജാറിലേക്കാണ് നമ്മൾ 2 മുട്ട പൊടിച്ച് വെച്ച് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ചെടുക്കാം. 1 മിനിറ്റൊക്കെ നല്ല ഹൈ സ്പീഡിലിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് നല്ല കട്ട തൈരാണ്. ഒരു 1/4 കപ്പ് ഒഴിച്ചു കൊടുക്കാം. തൈര് ഒഴിക്കുന്നത് കേക്ക് നല്ല മോയിസ്റ്റ് ആവാനായിട്ടാണ്. തൈര് ഒഴിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുത്തിരുന്നാൽ മതി. ഇനി മുട്ട കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് പുളിയില്ലാത്ത തൈര് എടുത്തിരുന്നാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലീവ് ഓയിലോ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഗ്രീൻ വെൽവെറ്റ് അല്ലേ, അപ്പോൾ നല്ലൊരു ഗ്രീൻ കളർ വേണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലിക്വിഡ് ഗ്രീൻ കളറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ലിക്വിഡ് ജെൽ കളർ ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആദ്യം കളർ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും ഒരുപോലെ മിക്സ് ആയിട്ട് കിട്ടും. നമുക്കൊരു അരിപ്പ വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇടുന്നുണ്ട്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്. പിന്നെ നമ്മൾ വെൽവെറ്റ് കേക്കിന് എപ്പോഴും ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്, കൊക്കോ പൗഡർ. 1 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുക്കാം. ലൈറ്റ് കൊക്കോ പൗഡർ മാത്രമേ ചേർക്കാവുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കേക്കിൻ്റെ കളർ അങ്ങ് മാറിപ്പോകും. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ ചേർക്കണമെന്നില്ല. ഞാനിപ്പോൾ ഈ ഒരു കൊക്കോ പൗഡർ കേട്ടോ ചേർത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് പതുക്കെ ഇളക്കി ഇട്ടങ്ങ് അരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ഒറ്റ പ്രാവശ്യമല്ലേ അരിക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് ഇളക്കി ഇട്ട് കൊടുക്കുന്നത്. എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ബേക്കിംഗ് ട്രേയിലേക്കാണ് വെച്ച് കൊടുക്കാം. ഒരു സ്ക്യൂർ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നന്നായിട്ട് തട്ടി കൊടുക്കണം. എയർ ബബിൾസ് ഒക്കെ പോകാനായിട്ട്, കേക്കിൻ്റെ ഉള്ളിൽ ഹോൾസ് വരാതിരിക്കാനാണ് ഞാൻ ചെയ്യുന്നത്. നമ്മൾ ആദ്യം തന്നെ ഓവൻ സെറ്റപ്പ് നമ്മൾ ചൂടാക്കാനായിട്ട് ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് വെച്ചിട്ടുണ്ട്. ആ സമയത്ത് ഇതെല്ലാം റെഡിയാക്കി എടുത്തതാണ്. അപ്പോൾ നന്നായിട്ട് ചൂടായി കിടക്കുന്ന ഓവൻ സെറ്റപ്പിലേക്ക് ബേക്കിംഗ് ട്രേ വെച്ച് കൊടുക്കാം. അടച്ചു വെച്ച് ഇപ്പോൾ ഒരു 25 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും 10 മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ച് കൊടുക്കാം. തീയുടെ ചൂടിനനുസരിച്ച് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരും. അപ്പോൾ കേക്കിൻ്റെ നല്ല മണം വരുന്നുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഒരു സ്ക്യൂർ വെച്ചൊന്ന് കുത്തി നോക്കി, ഇതിപ്പോൾ ഒന്നും പറ്റി പിടിച്ചിട്ടില്ല എങ്കിലും മാത്രമേ എടുക്കാവുള്ളൂ. പലരും പറയുന്നുണ്ട് കേക്കിൻ്റെ നടുഭാഗം കുഴിഞ്ഞു പോകുന്നു, കേക്ക് ഉള്ളു വെന്ത് കിട്ടുന്നില്ല എന്നൊക്കെ. തീയുടെ ചൂടിനനുസരിച്ച് അത് വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ കുത്തി നോക്കി വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി. എപ്പോഴാണോ ആ സ്ക്യൂറിൽ ഒന്നും പറ്റി പിടിക്കാതെ ഇരിക്കുന്നത് അപ്പോൾ മാത്രമേ തീ ഓഫാക്കി എടുക്കാവുള്ളൂ. നമുക്കിതെടുത്ത് തണുക്കാനായിട്ട് മാറ്റിയാക്കാം. അതവിടെ ഇരുന്ന് തണുത്ത് വരട്ടെ. ആ സമയത്ത് നമുക്ക് ക്രീം ചീസ് ഉണ്ടാക്കണം. ക്രീം ചീസ് നമ്മൾ വാങ്ങിക്കാൻ കിട്ടും. വാങ്ങിക്കുന്ന ക്രീം ചീസാണ് എടുക്കുന്നതെങ്കിൽ അതെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാമല്ലോ. അതിനുവേണ്ടി ഞാൻ 1 ലിറ്റർ പാലെടുത്ത് തിളപ്പിക്കുകയാണ്. അപ്പോൾ അത് നന്നായിട്ട് തിളച്ചിങ്ങനെ വരുന്നുണ്ട്. അതിലേക്ക് അപ്പോൾ നമുക്കൊരു 3 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. ഇല്ലെങ്കിൽ വിനീഗർ ഒഴിച്ചു കൊടുക്കാം. ഒരുമിച്ച് ഒഴിക്കരുത്, കുറേശ്ശെയായിട്ട് ഒഴിച്ച് പതുക്കെ ഒന്ന് ഇളക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് ഒഴിച്ചാൽ മതി. ഇപ്പം നമുക്ക് ഇത് കാണാൻ പറ്റും, ഇതിൽ പച്ച കളർ വെള്ളവും കട്ടയായിട്ടും വേറെ സെപ്പറേറ്റ് ആയിട്ട് വരുന്നത്. ആ സമയത്ത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഒരുപാട് സമയം വെച്ച് തിളപ്പിക്കരുത്, ക്രീം ചീസൊക്കെ കട്ടിയായി പോവും. അത് ആയിട്ടുണ്ട്. നമുക്കൊരു അരിപ്പയിലേക്ക് അതൊന്ന് അരിച്ചൊഴിച്ച് കൊടുക്കാം. ചൂടുവെള്ളം അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് ഒന്നും ഇളക്കി കൊടുക്കാം. അതിൽ പുളിരസം ഒന്ന് മാറാൻ വേണ്ടിയാണ്. അതവിടെ ഇരുന്നൊന്ന് തണുത്ത് വരട്ടെ. നമുക്കൊരു പാനിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. 1/2 കപ്പിൻ്റെ 1/4 ഭാഗമാണ്. 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് അതൊന്ന് തിളച്ച് വരട്ടെ. കേക്ക് സോക്ക് ചെയ്യാനുള്ള സിറപ്പാണ്. അപ്പോൾ അത് തിളച്ചിട്ടുണ്ട്. ഓഫാക്കി കൊടുക്കാം. അതും ഒന്ന് തണുത്ത് വരട്ടെ. നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കണം. ഞാൻ 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. 1/2 കപ്പ് ആയാലും മതി.
ഇത് നമുക്ക് വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ബീറ്റർ വെച്ചിട്ടോ ബീറ്റ് ചെയ്തെടുക്കാം. വിസ്ക് വെച്ച് ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ തൈര് കടയുന്ന പോലെ അടിച്ചെടുത്താൽ മതി കേട്ടോ. പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പം ഞാൻ ബീറ്റർ വെച്ച് ചെയ്യുകയാണ്. ചിലർക്ക് കേക്കിൽ അധികം ക്രീം ഇഷ്ടമുണ്ടാവില്ല, എന്നാൽ ചിലർക്ക് ക്രീം കൂടുതൽ ഇഷ്ടമായിരിക്കും. ഈ ക്രീം നല്ല ടേസ്റ്റാണ്. നമ്മൾ ക്രീം ചീസൊക്കെ ചേർത്ത് ചെയ്യുന്ന ക്രീമല്ലേ, അപ്പോൾ ഇവിടെ എല്ലാവർക്കും ക്രീം കുറച്ച് കൂടുതലുള്ളതാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും എടുക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല തണുത്ത ക്രീം വേണം കേട്ടോ എടുക്കാനായിട്ട്. നമുക്കിതാ നമ്മുടെ ക്രീം ചീസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. ഒരു മിക്സിയുടെ ജാറിലേക്ക് എല്ലാം കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഒരു നുള്ള് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് ഒരുമിച്ച് ഒഴിക്കണമെന്നില്ല, ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ച് അടിച്ചിട്ട് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നല്ല ഹൈ സ്പീഡിലിട്ട് തന്നെ അടിക്കാം. ഇതിപ്പം നമ്മുടെ ക്രീം ചീസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ക്രീമി ആയിട്ടിരിക്കുന്ന ക്രീം ചീസാണ്. കുറച്ചൊന്ന് ലൂസായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. കുറച്ചുകൂടെ തിക്കായിരിക്കുന്നതാണ് നല്ലത്. ക്രീം നല്ല സ്റ്റിഫ് പീക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന ക്രീം ചീസ് ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ട് ചേർക്കുന്നുണ്ട്. ക്രീം ചീസ് വാങ്ങിക്കുന്നതാണെങ്കിൽ ഒരു 6 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്തിരുന്നാൽ മതി. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഒരുപാട് സമയം വെച്ച് ബീറ്റ് ചെയ്യേണ്ട, ക്രീം ലൂസായി പോവും. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആയാൽ മതി. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇപ്പോൾ മോൾ ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട്. ഉള്ളിൽ നല്ല ഗ്രീൻ കളറാണ്. ഇത് കളയണ്ട കേട്ടോ. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചിട്ട് ഈ കേക്കിൻ്റെ മുകളിൽ തന്നെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് എടുക്കാം. കേക്കിൻ്റെ സൈഡൊക്കെ കുറച്ചൊരു ഡാർക്ക് കളറായിട്ടുണ്ട്. ഞാൻ സൈഡൊക്കെ ഒന്ന് ചെത്തി ഫുൾ ഗ്രീൻ കളറാക്കുകയാണ്. അതാണ് കുറച്ചുകൂടെ നല്ലത്. നമ്മൾ കട്ട് ചെയ്ത് കഴിക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയ്ക്ക് വേറൊരു കളർ കാണുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ ഗ്രീനും വൈറ്റും കോമ്പിനേഷനിലല്ലേ വേണ്ടേ. ഒരുപാട് ഡാർക്ക് കളർ വരുന്ന പോർഷൻ ഒന്ന് തട്ടിക്കളഞ്ഞിട്ട് എടുക്കാം. ഞാൻ മോൾ ഭാഗം മാത്രമേ പൊടിച്ചെടുക്കുന്നുള്ളൂ. അതിന് നല്ല ഗ്രീൻ കളർ ഉണ്ടല്ലോ. എല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. എടുത്തു വെച്ചിരിക്കുന്നതിൻ്റെ 1/4 ഭാഗത്തോളം ഇപ്പം അങ്ങ് ഒഴിച്ചു കൊടുക്കാം. സിറപ്പ് നന്നായിട്ട് തണുത്തതിന് ശേഷം ഒഴിക്കാവുള്ളൂ. എല്ലാം നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ കേക്ക് സെറ്റ് ചെയ്യാവുള്ളൂ. നമുക്ക് കേക്ക് ബോർഡിൻ്റെ മുകളിലേക്ക് കുറച്ച് ക്രീം ആക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ലെയർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ചും കൂടെ സിറപ്പ് അതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നനച്ചതിൻ്റെ നേരെ തിരിച്ചു വെച്ചാൽ മതി. അപ്പോൾ അപ്പുറത്തെ സൈഡും കൂടെ നല്ലോണം സോക്കായിക്കോളും. നമുക്ക് ക്രീം എല്ലായിടത്തും അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്ത ലെയറും വെച്ചിട്ടുണ്ട്. ക്രീമാക്കി ടോപ്പ് ലെയറും വെച്ചു. നമ്മൾ എടുത്തു വെച്ച സിറപ്പ് മുഴുവനും കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഏറ്റവും മുകളിലേക്ക് ക്രീം അങ്ങ് ആക്കി കൊടുക്കുകയാണ്. ക്രീം അങ്ങ് മോൾ ഭാഗം ഒന്ന് ആക്കിയിട്ടുണ്ട്. അതുപോലെ സൈഡിലും എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കാം. പലരും പറയാറുണ്ട് കേക്ക് എല്ലാം ചെയ്ത് ടേസ്റ്റ് ഉണ്ട്, പക്ഷേ ഷേപ്പ് ചെയ്തെടുക്കാനും ഡെക്കറേറ്റ് ചെയ്യാനും ഒക്കെയാണ് ബുദ്ധിമുട്ടെന്ന്. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോഴും പിന്നെ കുറേ കാലം ചെയ്യാതിരുന്ന് ചെയ്യുമ്പോഴും ഒക്കെ ഈ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും കേട്ടോ. ഞാനിപ്പോൾ കുറേ ആയി ഇതുപോലെ ക്രീം കേക്ക് ചെയ്തിട്ട്. അപ്പോൾ ഇപ്പോൾ ചെയ്യുമ്പോഴും എനിക്ക് ആ ഒരു ഫ്ലോ കിട്ടുന്നില്ല. നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല എക്സ്പെർട്ട് ആവും അല്ലേ. നമ്മളിപ്പം കേക്ക് ഷേപ്പ് ചെയ്യാനായിട്ട് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്ത് ഫ്രീസറിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം ബാക്കി ക്രീം വെച്ചിട്ട് കോട്ട് ചെയ്യുമ്പോൾ കുറേ കൂടെ പെർഫെക്ഷൻ കിട്ടും. സൈഡ് ചെയ്യുന്ന സമയത്ത് ഇതുപോലത്തെ സ്ക്രേപ്പർ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഷേപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ പാലറ്റ് നൈഫ് കുത്തനെ പിടിച്ചിട്ട് ചെയ്ത് കൊടുക്കാം. ടോപ്പിലും ക്രീമാക്കിയിട്ട് പാലറ്റ് നൈഫ് കൊണ്ട് പതുക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ അതെല്ലാം ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു സീക്രട്ട് മെസ്സേജ് ഉള്ള ഒരു കേക്കാണ്. നമ്മുടെ ന്യൂ ഇയർ കേക്കാണ്. അതിലൊരു സീക്രട്ട് മെസ്സേജ് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സംഭവമാണല്ലോ സീക്രട്ട് മെസ്സേജ് കേക്ക്. അപ്പം അത് തന്നെ ആവട്ടെ നമ്മുടെ ന്യൂ ഇയറിന്. അതിന് എത്ര നീളം വേണമെന്ന് ആദ്യം ഒന്ന് നോക്കണം കേട്ടോ. സ്കെയിൽ വെച്ചൊന്ന് അളന്ന് നോക്കിയാൽ മതി. ഇപ്പം 7 ഇഞ്ചും കുറച്ചും കൂടെ ഉണ്ട്. നമ്മൾ 7 ഇഞ്ചിൻ്റെ കേക്കാണ് ഉണ്ടാക്കിയതെങ്കിലും സൈഡൊക്കെ ചെത്തിക്കളഞ്ഞു. പിന്നെ ക്രീമും തേച്ചപ്പം അത്രയധികം നീളം വന്നിട്ടുണ്ട്. ആ ഒരു നീളം വെച്ച് നമുക്ക് ഫോണ്ടന്റ് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഇതുപോലെ ചെയ്യണമെന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ റെഡ് വെൽവെറ്റ് ചെയ്ത പോലെ അല്ലെങ്കിൽ ബ്ലൂ വെൽവെറ്റ് ഒക്കെ ചെയ്ത പോലെ മുകളിൽ കേക്ക് പൊടിച്ചങ്ങിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. നല്ലൊരു വെൽവെറ്റിഷ് ലുക്ക് ഉണ്ടാവും. പക്ഷെ നമ്മൾ ഒരുപാട് കേക്ക് അതുപോലെ ചെയ്തല്ലോ. അപ്പോൾ അതുകൊണ്ട് വേറെ ഡിസൈൻ അങ്ങ് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഫോണ്ടന്റ് വാങ്ങിച്ചതാണ് കേട്ടോ. ചെറിയ പീസൊക്കെ ഇതുപോലെ വാങ്ങിക്കാൻ കിട്ടും. നമുക്ക് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യാനായിട്ടാണെങ്കിൽ ഇതുപോലത്തെ ചെറിയ പാക്കറ്റ് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇത് ഞാൻ സ്റ്റെയിൻസ് നിന്ന് വാങ്ങിച്ചതാണ്. ഫോണ്ടന്റ് ഒക്കെ എടുക്കുമ്പോൾ ഒരുമിച്ച് എല്ലാം എടുത്ത് പുറത്തിട്ടിട്ട് ഒന്നിച്ച് ഇതാക്കേണ്ട, ആവശ്യത്തിന് മാത്രം എടുത്ത് ബാക്കി അങ്ങ് കെട്ടി വെച്ചാൽ മതി. ഫോണ്ടന്റ് കൊണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള വീഡിയോ ഓൾറെഡി മുമ്പേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ, ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് എടുത്ത് നോക്കിയാൽ നല്ലതായിരിക്കും. ജസ്റ്റ് ഒന്ന് അത് നീളത്തിലാക്കിയിട്ട് അങ്ങ് പരത്തി കൊടുത്താൽ മതി. നമുക്ക് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാനാണ്.
അപ്പം അത് പരത്തിയിട്ടുണ്ട്. ഞാനിത് കുറച്ച് കട്ടിയിലാണ് എടുക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മളിതിൻ്റെ മുകളിൽ എഴുതുകയല്ല ചെയ്യുന്നത്, അത് മുത്ത് വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുകയാണ്. സീക്രട്ട് മെസ്സേജ്. കാരണം പുതുവർഷമല്ലേ, അപ്പം നമ്മൾ നല്ല റിച്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇത് 2 സൈഡും അങ്ങ് കട്ട് ചെയ്ത് മാറ്റി. എന്നിട്ട് അളന്ന് നോക്കിയിട്ട് വേണം കേക്കിൻ്റെ മുകളിലേക്ക് വെക്കാൻ. കേക്കിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എടുക്കാൻ പറ്റില്ല. ആവശ്യത്തിന് വീതിയൊക്കെ എടുത്ത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഫോണ്ടന്റിൻ്റെ മുകളിൽ എഴുതുന്ന പെന്ന് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അതുണ്ടെങ്കിൽ അതുകൊണ്ട് നമ്മുടെ നല്ല കൈയക്ഷരത്തിൽ എഴുതി കൊടുത്താൽ മതി. നമ്മൾ സാധാരണ പേപ്പറിൽ എഴുതുന്ന പോലെ എഴുതാനായിട്ട് പറ്റും. നമ്മളിപ്പം അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഇപ്പം ഗോൾഡന്റെ ബോൾസ് ഉണ്ട്, അത് വെച്ചിട്ട് നമ്മുടെ സീക്രട്ട് മെസ്സേജ് എഴുതി കൊടുക്കും. ചിക്കുവാണ് കേട്ടോ ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത്. ചിക്കുവിന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ അത് ആദ്യം 2 അതുകൊണ്ടങ്ങ് വെച്ചിട്ടുണ്ട്. ഇനി 0 അതുപോലെ വെച്ച് 2 4 2024. അടിപൊളി. 2024 എല്ലാവരുടെയും നല്ല അടിപൊളിയാവട്ടെ അല്ലേ. ഇത് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിന്റെ പകുതി പോർഷൻ ഫോണ്ടന്റിന്റെ ഉള്ളിലേക്ക് പോകണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇളകി പോരും. ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഒരു ഷീറ്റ് വെച്ച് കൊടുക്കണം. പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റ് എന്തായാലും മതി കേട്ടോ. അതിപ്പോൾ നമ്മൾ കേക്കിന്റെ ബോക്സ് ഒക്കെ റാപ്പ് ചെയ്യാനുള്ള പേപ്പറാണിത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ആണെങ്കിലാണ് നല്ലത്. ഇപ്പം നമ്മൾ ഒരു സൈഡിലേക്ക് മാത്രം കുറച്ച് കൂടുതൽ നീളം ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് പിടിച്ച് വലിക്കണ്ടേ, സീക്രട്ട് റിവീൽ ചെയ്യണ്ടേ. പക്ഷെ അത് സെയിം വീതി തന്നെയാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പുറത്തോട്ടൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഈ അളവിന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 2024 2 സൈഡിലും കുറച്ചൊരു ബ്ലാങ്ക് ആയിട്ട് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് 2 ലീഫ് വെച്ചിട്ടുണ്ട്. ഇത് ഫ്രഷ് ലീഫ് ഒന്നും വെക്കണ്ട കേട്ടോ, കാരണം നമ്മൾ ഇതിനകത്ത് അടച്ചു വെച്ചിട്ട് കൊടുക്കുന്നതല്ലേ. അപ്പോൾ അത് വേണ്ട. കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഫ്രീസറിലായിരുന്നു കേട്ടോ. ഫ്രീസറിൽ വെച്ചതാണ്. ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുത്തിരിക്കുന്ന കേക്കാണ്. 2 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെച്ച് കൊടുക്കാം. നമ്മളിതാ കേക്കിന്റെ മുകളിലേക്ക് ഫോണ്ടന്റ് വെച്ച് കൊടുക്കുകയാണ്. അടിപൊളി വെച്ചിട്ടുണ്ട്. നമുക്ക് അതിന്റെ മുകളിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഷീറ്റ് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിന്റെ മുകളിൽ ഞാൻ കുറച്ച് ക്രീം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ക്രീമാണ് ഇതിന്റെ മുകളിലേക്ക് അങ്ങ് ആക്കി കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ കേക്കിന്റെ ഒരു പോർഷൻ നടുഭാഗം കുറച്ചൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ട് അതിന്റെ ഉള്ളിലേക്ക് ഗ്യാപ്പിലേക്ക് ഈ ഫോണ്ടന്റ് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. പക്ഷെ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിനെ കഴിഞ്ഞ് ഈസി ഇങ്ങനെ ചെയ്യാനാണ്. ഇതിന്റെ മുകളിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡെക്കറേഷൻസ് ഒക്കെ വെച്ച് അലങ്കരിച്ചാൽ മതി. നമ്മളിതിപ്പോൾ സീക്രട്ട് മെസ്സേജ് എടുത്തു കഴിഞ്ഞാലും കേക്കിനൊരു ഭംഗി വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് സൈഡിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പൈപ്പിംഗ് ബാഗ് കൊണ്ട് തന്നെ. അതിന്റെ മുകളിലേക്ക് നമുക്ക് ലീഫ് വെച്ച് കൊടുക്കുകയാണ്. ഗ്രീൻ വെൽവെറ്റ് അല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് ഗ്രീൻ വെക്കുന്നത്. ഗ്രീനും വൈറ്റും കോമ്പിനേഷനിൽ. നമുക്ക് വേണമെങ്കിൽ മിന്റ് ലീഫ് വെച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് ഫ്രഷ് ഫ്ലവേഴ്സ് ഒക്കെ വെച്ച് കൊടുക്കാം. ഫ്രഷ് ഫ്ലവർ ആണെന്നുണ്ടെങ്കിൽ അടിയിൽ സെല്ലോ ടേപ്പ് വെച്ച് നന്നായിട്ട് റാപ്പ് ചെയ്യണം. ക്ലീൻ ആക്കിയിട്ടൊക്കെ. എന്തെങ്കിലും പ്രാണികളൊക്കെ ഉണ്ടെങ്കിൽ കേക്കിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ക്ലീൻ ആക്കിയിട്ട് വേണം വെച്ച് കൊടുക്കാൻ. നമുക്കിത് കേക്കിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്ന ചെറിയ ഫ്ലവറാണ്. എഡിബിൾ അല്ല കേട്ടോ അതൊന്നും. അത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു റോസ് ഫ്ലവറും കൂടെ സൈഡിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. കേക്കിന്റെ മുൾഭാഗം ചെത്തി മാറ്റിയതൊന്ന് പൊടിച്ചെടുത്തതാണ്. അത് ചൂടാക്കിയിട്ടൊന്നുമില്ല. പണ്ട് നമ്മൾ ചൂടാക്കിയിട്ടാണ് ചെയ്തത്. ഇത് ഞാൻ ചൂടാക്കാതെ അങ്ങനെ തന്നെ പൊടിച്ചെടുത്തതാണ്. കുറച്ചൊരു കുഴഞ്ഞ പോലെയാണല്ലോ. അപ്പോൾ നമുക്കിത് അടിയിൽ മാത്രമേ വെക്കുന്നുള്ളൂ. അപ്പം നമുക്ക് വെക്കാൻ കുറച്ചും കൂടെ ഈസിയാണ്. നമ്മൾ ചുമരുമലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന പായലില്ലേ, അതുപോലെ ഉണ്ട്. എല്ലാം അങ്ങ് അടിഭാഗത്ത് വെച്ചിട്ടുണ്ട്. സമാധാനത്തിന്റെ വെള്ളരിപ്പളവാണ്. ചിക്കു പറയുന്നുണ്ടായിരുന്നു, ഈശ്വര അത് റീത്ത് വെച്ച പോലെ ഉണ്ടോ കാണാനായിട്ട്. ചിക്കുവാണ് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തത്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, സമാധാനത്തിന്റെ വെള്ളരിപ്രാവാണ്. പുതിയ വർഷത്തേക്കുള്ള കേക്കല്ലേ, സമാധാനം ഉണ്ടാവട്ടെ എല്ലാവർക്കും. നമുക്കൊരു ഹാപ്പി ന്യൂ ഇയറും കൂടെ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. വെച്ചിട്ടുണ്ട്. അടിപൊളി ഒരു വെറൈറ്റി ലുക്കാണ്. ഒരു എലിഗൻറ്റ് ലുക്കൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ സൈതാറിൻ്റെ അനിയനും ഫാമിലിയൊക്കെ വന്നിട്ടുണ്ട്. വെക്കേഷൻ ആണല്ലോ. അപ്പം എല്ലാവരും കൂടെ നാട്ടിൽ നിന്ന് വന്നതാണ്. അപ്പം ഞാൻ വിചാരിച്ചു എല്ലാവർക്കും കൂടെ ഹാപ്പി ന്യൂ ഇയർ സാധനം വരും. റെഡി 1 2 3 10 10 10 2024 അടിപൊളി. എന്താ ലുക്ക്. കേക്ക് ഗ്രീനും വൈറ്റും കോമ്പിനേഷൻ. കുഞ്ഞുമോൾക്ക് നല്ല ഇഷ്ടമായി. വീണ്ടും ഒരു പീസ് കൂടെ കഴിച്ചു. പിന്നെ എല്ലാവരും കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം.
കഴിക്കട്ടെ. വായിലിടുമ്പോൾ തന്നെ അങ്ങ് അലിഞ്ഞു പോകുന്നുണ്ട്. ചവയ്ക്കേണ്ട ഒന്നുമില്ലല്ലോ അതിനകത്ത്, നട്ട്സോ അങ്ങനത്തെ ഒന്നുമില്ല. ഭയങ്കര സോഫ്റ്റാണ്, നല്ല ജ്യൂസി ആയിട്ടുള്ള കേക്കാണ്. ക്രീം പറയണ്ട, അടിപൊളി ടേസ്റ്റുള്ളൊരു ക്രീമുമാണ്. ഈ ഒരു ക്രീമാണ് കേട്ടോ നമ്മുടെ വെൽവെറ്റ് കേക്കിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.